ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ഇപ്പം നമ്മളൊരു കാര്യം കാണുമ്പം അത് നിൻ്റേതാണോ, ഇത് അവൻ്റേതാണോ, ആ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്, ആ ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ കാറ് നിൻ്റേതാണോ, ആ കാറ് നിൻ്റേതാണോ, ആ കാറ് ആണോ, ഈസ് ദാറ്റ് കാർ യുവേഴ്സ്, ഈസ് ദാറ്റ് കാർ യുവേഴ്സ്, ആ കാറ് നിൻ്റേതാണോ. നെക്സ്റ്റ്, ആ ഷോപ്പിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കുക, ടേക്ക് ആണല്ലേ. അപ്പം ലെറ്റ്സ് ടേക്ക് എ ഡ്രസ് ഫ്രം ദാറ്റ് ഷോപ്പ്, ലെറ്റ്സ് ടേക്ക് എ ഡ്രസ് ഫ്രം ദാറ്റ് ഷോപ്പ്, നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കാം. നെക്സ്റ്റ്, ആ വീട്ടിലാണോ അവർ ഉള്ളത്, ആ വീട്ടിലാണോ അവർ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കും? ആ വീട്ടിലാണോ അവർ, ആർ ദേ ഇൻ ദാറ്റ് ഹൗസ്, ആർ ദേ ഇൻ ദാറ്റ് ഹൗസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലാണോ അവർ, അല്ലെങ്കിൽ ആ വീട്ടിലാണോ അവർ ഉള്ളത്, ആർ ദേ ഇൻ ദാറ്റ് ഹൗസ്. ഓക്കെ. നെക്സ്റ്റ്, അവിടെയാണോ നീ ജോലി ചെയ്യുന്നത്, അവിടെയാണോ നീ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു വർക്കിംഗ് ദർ, ആർ യു വർക്കിംഗ് ദർ, അവിടെയാണോ നീ ജോലി ചെയ്യുന്നത്. നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കുകയാണ്, ആ ഓഫീസിലാണോ നീ ജോലി ചെയ്യുന്നത്, ആ ഓഫീസിലാണോ നീ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് അവിടെ ഡു യു യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഡു യു വർക്ക് ഇൻ ദാറ്റ് ഓഫീസ്, ഡു യു വർക്ക് ഇൻ ദാറ്റ് ഓഫീസ്, ആ ഓഫീസിലാണോ നീ ജോലി ചെയ്യുന്നത്. ഇതേ സെൻറ്റൻസ് നമുക്ക് ആർ യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാനായിട്ട് പറ്റും. ആ ഓഫീസിലാണോ നീ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് ഓൺ ദി സ്പോട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കവിടെ ആർ യു വർക്കിംഗ് ഇൻ ദാറ്റ് ഓഫീസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ്, ആ ഫ്ലാറ്റിലാണോ നീ താമസിക്കുന്നത്, ആ ഫ്ലാറ്റിലാണോ നീ താമസിക്കുന്നത്. ഇതും സെയിം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഡു യു ലിവ് ഇൻ ദാറ്റ് ഫ്ലാറ്റ്, ഡു യു ലിവ് ഇൻ ദാറ്റ് ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലാണോ നീ താമസിക്കുന്നത്. ഇനി ആർ യു യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ആർ യു സ്റ്റേയിങ് ദാറ്റ് ഫ്ലാറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു ലിവ് ഇൻ ദാറ്റ് ഫ്ലാറ്റ് എന്ന് ചോദിക്കാം. നമ്മളിപ്പോഴും ലിവ് എന്ന് പറയണം, ലിവിങ് എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ആർ യു സ്റ്റേയിങ് അറ്റ് ദാറ്റ് ഫ്ലാറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡു യു ലിവ് ഇൻ ദാറ്റ് ഫ്ലാറ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, ആ ബാഗിലാണോ നിൻ്റെ ഫോൺ, ആ ബാഗിലാണോ നിൻ്റെ ഫോൺ എങ്ങനെ ചോദിക്കാം? ഈസ് യുവർ ഫോൺ ഇൻ ദാറ്റ് ബാഗ്, ഈസ് യുവർ ഫോൺ ഇൻ ദാറ്റ് ബാഗ്, ആ ബാഗിലാണോ നിൻ്റെ ഫോൺ, ആ ബാഗിലാണോ നിൻ്റെ പേന എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നെക്സ്റ്റ്, ആ ബസ്സിലാണോ നമുക്ക് പോകേണ്ടത്, അതായത് ആ ബസ്സാണോ നമുക്ക് പോകാൻ ആവശ്യമുള്ള ബസ് എന്നാണ് ചോദിക്കുന്നത്. സോ ഈസ് ദാറ്റ് ദ ബസ് വി നീഡ് ടു ടേക്ക്, ഇവിടെ നീഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ ബസ്സിലാണോ നമുക്ക് പോകാൻ ആവശ്യമുള്ള ബസ് അതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈസ് ദാറ്റ് ദ ബസ് വി നീഡ് ടു ടേക്ക്, ആ ബസ്സിലാണോ നമുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ആ ബസ്സാണോ നമുക്ക് പോകാൻ ആവശ്യമുള്ള ബസ് എന്നാണ്. നെക്സ്റ്റ്, ആ ബസ്സിലാണോ നമ്മൾ പോകുന്നത് എന്നെങ്ങനെ ചോദിക്കുക? ആ ബസ്സിലാണോ നമ്മൾ പോകുന്നത്, ആർ യു ഗോയിങ് ഇൻ ദാറ്റ് ബസ്, ആർ യു ഗോയിങ് ഇൻ ദാറ്റ് ബസ്, ആ ബസ്സിലാണോ നമ്മൾ പോകുന്നത്. നെക്സ്റ്റ്, ആ ഡോക്ടറെയാണോ നീ കാണിച്ചത്, നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ആ ഡോക്ടറെയാണോ നീ കാണിച്ചത്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പിന്നീട് കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, ആ ഡോക്ടറെയാണോ നീ കാണിച്ചത് എന്നാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. എങ്ങനെ ചോദിക്കൂ? ഈസ് ഇറ്റ് ദാറ്റ് ഡോക്ടർ യു കൺസൾട്ടഡ്, ഈസ് ഇറ്റ് ദാറ്റ് ഡോക്ടർ, ആ ഡോക്ടറെയാണോ യു കൺസൾട്ടഡ് നീ കാണിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, അതാണോ നിൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അതാണോ നിൻ്റെ കുട്ടി, അതാണോ നിൻ്റെ മദർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണോ നിൻ്റെ ഭർത്താവ് എന്നെങ്ങനെ ചോദിക്കുക? ഈസ് ദാറ്റ് യുവർ ഹസ്ബൻഡ്, ഈസ് ദാറ്റ് യുവർ ഹസ്ബൻഡ്, അതാണോ നിൻ്റെ ഹസ്ബൻഡ്. നെക്സ്റ്റ്, അവിടെയാണോ നിൻ്റെ കോളേജ്, അവിടെയാണോ നിൻ്റെ കോളേജ് എന്നെങ്ങനെ ചോദിക്കാം? ഈസ് യുവർ കോളേജ് ദർ, അവിടെയാണോ നിൻ്റെ കോളേജ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനാണ് പഠിച്ചത്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ
പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.